Hello everyone, welcome back to our channel My Home My Heaven. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് കിച്ചൺ ക്ലീനിങ് ടിപ്സ് ആണ് കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ മിക്കവരും യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും കെറ്റിൽ. കെറ്റിൽ നമ്മൾ എത്ര കഴുകിയാലും അതിനകത്ത് ആ വെള്ളത്തിൻ്റെ ഒരു കറ പോലെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. എത്ര ക്ലീൻ ചെയ്താലും പോവാറില്ല. അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിൽ കുറച്ച് വിനീഗർ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ വെള്ളം നമ്മൾ കെറ്റിലിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ വെള്ളം നന്നായി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ ആ ഡോട്ട് പോലെയുള്ള കറകളെല്ലാം പോയിട്ടുണ്ടാവും. നമ്മൾ ഉരച്ച് കഴുകുകയോ നന്നായി സ്ക്രബ്ബർ കൊണ്ട് കഴുകുകയോ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ വെള്ളം തിളപ്പിച്ചാൽ തന്നെ അതിനകത്തുള്ള കറകളെല്ലാം ഈസി ആയിട്ട് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ കെറ്റിലിൻ്റെ പുറത്തുള്ള ഏരിയാസൊക്കെ നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് ഉരയ്ക്കുമ്പോൾ അതിൽ വരയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ തിളപ്പിച്ച വെള്ളം തന്നെ എടുത്തിട്ട് നമ്മളൊരു ക്ലോത്തിലാക്കിയിട്ട് ഈ കെറ്റിലിൻ്റെ പുറത്തുള്ള ഏരിയയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ കെറ്റിലുകളൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഇതുപോലത്തെ ബോട്ടിലുകൾ, ഇതുപോലെ ഗാർലിക്കും സ്പൈസസൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ സ്മെല്ല് അതിൽ തന്നെ ഉണ്ടാവും. അതായത് നമുക്ക് എന്തെങ്കിലും സ്പൈസസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇടാൻ അതിൽ പറ്റാറില്ല. അപ്പോൾ ആ ഒരു സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ കുറച്ച് വിനീഗറും വെള്ളവും ഒഴിച്ചിട്ട് ഈ ബോട്ടിൽ ഏതാണ്ട് ഒരു ഓവർനൈറ്റ്, ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഇതുപോലെ വെള്ളവും വിനീഗറും ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഈവനിങ്ങിൽ ഇതുപോലെ ഈ ബോട്ടിൽ എടുത്തിട്ട് നമ്മുടെ നോർമൽ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ബോട്ടിൽ കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആ സ്പൈസസിൻ്റെ സ്മെല്ലെല്ലാം പോയിട്ടുണ്ടാവും. ആദ്യം ഇട്ടിരുന്ന സ്പൈസസിന് പകരമായിട്ട് നമുക്ക് വേറെ ഏത് ഐറ്റം വേണമെങ്കിലും ഇടാൻ ഈ ബോട്ടിൽ യൂസ് ചെയ്യാനും പറ്റും. ഒപ്പം തന്നെ ബോട്ടിൽ നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ടും ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ നമ്മൾ കഴുകാൻ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓയിലിൻ്റെ ഡിസ്പെൻസർ പോലെ ഉള്ള ബോട്ടിലുകൾ. അതായത് നമ്മൾ എത്ര കഴുകിയാലും ഇതിനകത്ത് ആ ഒരു ഓയിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ബോട്ടിൽ നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന അരി ഉണ്ടല്ലോ, ഈ അരി കുറച്ച് ഈ ബോട്ടിലിൽ ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് ഡിഷ് വാഷ് ലിക്വിഡാണോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ ബോട്ടിൽ നന്നായിട്ട് കുലുക്കി കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്താൽ ഇതിൽ കംപ്ലീറ്റ് ഓയിലും പോയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ക്ലീൻ ആയിട്ടുണ്ടാവും. അടുത്തതായിട്ട് നമ്മുടെ വാട്ടർ ബോട്ടിലുകൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ ബോട്ടിലുകൾ, അതായത് ഇതിനകത്തേക്ക് നമുക്ക് ബ്രഷ് ഒന്നിട്ട് കഴുകാൻ അത്ര സ്പേഷ്യസ് അല്ലാത്ത ടൈപ്പ് ബോട്ടിലുകളുണ്ടല്ലോ, ഇത് കഴുകാൻ ഭയങ്കര പാടാണ്. ഇത്തരം ബോട്ടിലുകൾ ഈസി ആയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലത്തെ കല്ലുകളുണ്ടല്ലോ, പെബിൾസ്, നമ്മൾ ഈ ചെടികളുടെ ചട്ടിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പെബിൾസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ കുറച്ച് പെബിൾസ് ഈ ബോട്ടിലിട്ടതിന് ശേഷം ഒപ്പം തന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് ഈ ബോട്ടിൽ നന്നായി കുലുക്കി കഴുകി എടുത്തു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ട് കിട്ടും. നമ്മൾ എത്ര ബ്രഷ് ഇട്ട് കഴുകിയാലും ഇതുപോലെ ക്ലിയറായിട്ട് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ സ്റ്റോൺ ഇട്ടിട്ട് നമ്മൾ കഴുകി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന്, ഒരുപാട് സമയമൊന്നും ഇല്ലാണ്ട് തന്നെ ഈസി ആയിട്ട് ബോട്ടിൽ ക്ലീനായിട്ട് കഴുകിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ മിക്സിയുടെ ജാറ് കഴുകുക എന്ന് പറയുന്നത്. നമ്മൾ എത്ര കഴുകിയാലും അതിനകത്ത് ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. ഇത് ഈസി ആയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ അരച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് നോർമൽ വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാം ബ്ലേഡിനകത്തുള്ള നമ്മൾ അരച്ചതെല്ലാം ഈസി ആയിട്ട് റിമൂവ് ആവും. ഇത് പ്രത്യേകിച്ച് നമ്മൾ അരിയൊക്കെ അരയ്ക്കുമ്പോൾ നമുക്കറിയാം, ഉഴുന്ന് അതൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ച് ഒന്ന് കറക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ നോർമൽ സ്ക്രബ്ബറും ഡിഷ് വാഷ് ലിക്വിഡും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സി കഴുകി എടുത്തു കഴിഞ്ഞാൽ മിക്സിയുടെ ബ്ലേഡിനകത്തുള്ള
എല്ലാം റിമൂവ് ആയിട്ടുണ്ടാവും, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ചപ്പാത്തി, പത്തിരി ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പണിയാണ് ആ ഉണ്ടാക്കിയ ഏരിയ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. പൊതുവേ നമ്മൾ എന്താ ചെയ്യാറ്, ഇതുപോലെ പൊടിയാകുമ്പോൾ ഇതുപോലെ ഒരു ക്ലോത്ത് കൊണ്ടാണ് തുടച്ചെടുക്കുക. പിന്നെ ഈ ക്ലോത്ത് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം കളയേണ്ടി വരും. അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ സ്ക്യൂജി എന്നാട്ടോ ഇതിന് പറയുക. അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലോത്തിലൊന്നും തുടച്ചിട്ട് ക്ലോത്ത് കഴുകേണ്ട ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഈസിയായി ഒന്ന് തുടച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ഈ കബോർഡുകളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച അതുപോലെ തന്നെയുള്ള ഈ സ്ക്യൂഷിയിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കബോർഡുകളൊക്കെ നല്ല നീറ്റായിട്ട് തുടച്ചെടുക്കാം. ഒരുപാട് നേരം നമ്മൾ ഉരച്ച് പിടിച്ച് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. സമയം ഒരുപാട് ലാഭമാണ്. അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എന്നും ചെയ്യാവുന്നതുമാണ്. ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. എന്നും കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ ഒരു ടവലും സ്ക്യൂഷി യൂസ് ചെയ്തിട്ട് നമ്മുടെ കിച്ചണിലെ കബോർഡൊക്കെ നമുക്ക് ഈസി ആയിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.